ശ്രീമദ് ഭാഗവതം ക്ലാസ് 322 11ാമത്തെ സ്കന്ധത്തിലെ 30ാമത്തെ അധ്യായം. അതിൽ യദുകുല സംഹാരം. യദുകുലം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉണ്ടാക്കിയെടുത്ത രാജ്യത്തിലെ ജനങ്ങളെയാണ് യദുകുലം എന്ന് പറയുന്നത്. കൊളോണിയലിസത്തിന് ശേഷം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടായി തിരിഞ്ഞിട്ട് ഒരു ഭാഗത്ത് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇപ്പുറത്ത് ചൂതുകളിയുടെ ഭാഗത്ത് അതിൽ ഇടപെട്ടിട്ട് മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ ഇവിടെയും ഒരു സ്വന്തം അതിന് സമാനമായ ഒരു രാജ്യം ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അങ്ങനെ ലോകം വസുദേവ കുടുംബത്തിലേക്ക് എത്തി. വസുദേവ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതിമത ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ ഒരൊറ്റ കുടുംബമായിട്ട് എല്ലാ ശാസ്ത്രജ്ഞാനവും തികഞ്ഞ എല്ലാവരും സമത്വപൂർണമായ ഒരു ലോകം. അതാണ് മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ രണ്ടും ഏകീകരിച്ചു. അതിൻ്റെ ശേഷം കുറച്ചു കാലം അങ്ങനെ പോയി. ആ ശ്രീഹരി എന്താണോ വിഭാവനം ചെയ്ത് അങ്ങനെ ഒരു ലോകം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അതിനെ നശിപ്പിച്ചിട്ട് കടപ്പുറത്തെ കുട്ടി ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കി പൊളിക്കുന്നത് പോലെ അതിനെ പൊളിക്കണം. ആ പൊളിക്കുന്നതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. ഈ യദുവംശത്തിലെ യുവതലമുറ അധപ്പതിച്ചുപോയി. ബുദ്ധിമാന്മാരെ, ബ്രാഹ്മണരെ അവഹേളിക്കുന്ന സ്ഥലത്തിലേക്ക് മാറി. അതെങ്ങനെയെന്നാൽ, മനുഷ്യന് തുല്യത എത്തുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആരെയും ബഹുമാനിക്കില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ, യുവാക്കൾ. പക്ഷേ എത്ര തന്നെ സാമ്പത്തികമായിട്ടും മനുഷ്യനെ സാമൂഹികപരമായിട്ടും മനുഷ്യനെ തുല്യതയാക്കിയാലും ജനനാലുള്ള ഒരു സ്വഭാവവിശേഷമുണ്ട് മനുഷ്യർക്ക്. അത് ബ്രാഹ്മണരെന്ന ബുദ്ധിമാന്മാർ പൊതുവെ ഒറ്റക്കൊരു കൂട്ടത്തിൽ ഇരിക്കുന്നവരാണ്. അവരുടെ നേച്ചർ അതാണ്. അവർക്ക് ഈ ഭൗതിക സുഖങ്ങളിൽ അത്ര താല്പര്യമുണ്ടായി. നമ്മളെ ക്ലാസ്സിൽ തന്നെ, സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ എവിടെയെങ്കിലും ഒരു ബെഞ്ചിൽ അവരെ പറ്റിയ ആൾക്കാരുമായിട്ട് മുമ്പിലത്തെ ബെഞ്ചിലായിട്ട് പോയിരുന്ന് അങ്ങനെ കൂടും. അവർക്ക് മറ്റുള്ളവരുമായിട്ട് അത്ര സഹവാസമൊന്നുമില്ല. ഇവരെ പൊതുവെ മറ്റുള്ളവർക്ക് ഒരു മാതിരി തന്നെയാണ്. ഇപ്പം ബുദ്ധിയുള്ളവരെ, അതാണ് ബ്രാഹ്മണർ. ആ ബ്രാഹ്മണരാണ് ലോകത്തെ എല്ലാം മുന്നോട്ടേക്ക് കണ്ടുപിടുത്തത്തിലൂടെ നയിക്കുന്നതെങ്കിലും അങ്ങനെ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യർ പൊതുവെ സമൂഹത്തിൽ നിന്നെല്ലാം അവരെ കാര്യം നോക്കി നടക്കും. നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള ഒരു സമൂഹത്തിൽ കുറച്ച് ബുദ്ധിപരമായിട്ട്, പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ബുദ്ധിപരമായിട്ട് നല്ല പഠിപ്പുള്ള ഇപ്പോൾ ഒരു IAS കളക്ടർ ആണെന്ന് വെച്ചോ, പഠിച്ചിട്ട് IAS കളക്ടറായിരിക്കുകയാണ്. ആ വീട്ടുകാർ പൊതുവേ മറ്റുള്ളവരുടെ അടുത്തൊന്നും അധികം ഇടപെടലില്ല. കാരണം ബുദ്ധിപരമായി വരികയാണെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അടുക്ക് അങ്ങനെ കൂട്ടുകൂടാതെ എല്ലാം അങ്ങനെ നിൽക്കും.
പക്ഷെ മറ്റുള്ളവരത് വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓ ഇവന് വലിയ തലകണം, ഇവനെന്തോ ബുദ്ധി. അപ്പോൾ അവരെ ആക്കാൻ ശ്രമിക്കും. കാരണം തുല്യത എന്നൊരു ചിന്ത വരുമ്പോൾ എന്നാൽ പിന്നെ ഇവനെയും തുല്യമാക്കണം, ഇവരെ ബുദ്ധി കൂട്ടാണെന്ന് നിയമമാർക്ക് പറ്റില്ല. എന്നാൽ ബുദ്ധിയുള്ളവനൊന്ന് ആക്കിയിട്ടെങ്കിലും അവൻ്റെ തലകണം ഓനെന്തോ ആണെന്നുള്ള ഭാവമാണ്. അതാരുടെ കുറ്റമൊന്നുമല്ല. ബുദ്ധി കൂടുന്തോറും ബൗദ്ധിക കാര്യങ്ങളിലെല്ലാം താല്പര്യം കുറയും. ഇപ്പം ഈ വേണ്ടാതെ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പ് അതിലൊന്നും അവരെ കിട്ടില്ല. അത് ജനിതക ക്വാളിറ്റിയാണ്, അത് തുല്യമാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബ്രാഹ്മണരെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? പരിഹസിക്കുന്നു. ആ ദൂഷ്യം കൊണ്ടാണ് ആ യുഗം നശിച്ചത് എന്ന് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ ശ്രീഹരിക്ക് അത് ഉദ്ദേശിച്ച ലോകം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അത് അധികാലം ഇനി വെച്ചിരിക്കാൻ പറ്റില്ല. അതിനി അത് പൊളിക്കണം. പൊളിക്കുമ്പം വെറുതെ പൊളിക്കുമ്പോൾ ഒരു കുറ്റം വരില്ല. നല്ല സുഖത്തിൽ ജീവിക്കുന്ന ജനങ്ങളെയെല്ലാം ആ കൃഷ്ണൻ കയറിയിട്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ മഹത്വം മുഴുവൻ പോയി. അതുകൊണ്ട് ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് പൊളിക്കുന്ന മാതിരി പൊളിക്കുന്നതായിട്ട് കണ്ടാൽ മതി. ഒന്നിൽ പരീക്ഷത്ത് പറയുകയാണ്, പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഉദ്ധവർ കാട്ടിലേക്ക് പോയ ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ എന്തു ചെയ്തു? തൻ്റെ കുലം ബ്രാഹ്മണ ശാപത്താൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ കാലയളവിൽ ആ ശരീരത്തെ അദ്ദേഹം എങ്ങനെ ത്യാഗം ചെയ്തു? ആ യുഗം അവസാനിക്കുമ്പോൾ കൃഷ്ണനും തീരുമല്ലോ. കൃഷ്ണൻ്റെ യുഗമാണ്. അപ്പം ആ ശരീരം എങ്ങനെ ത്യാഗം ചെയ്തു? ഏതൊരു തിരുമേനിയിൽ നിന്നും കണ്ണെടുക്കാൻ സ്ത്രീകൾ അശക്തരായിരുന്നു. പിന്നെ കഥയിലുള്ള കൃഷ്ണൻ്റെ സൗന്ദര്യമെല്ലാം വെച്ചുകൊണ്ടങ്ങ് വർണ്ണിക്കുകയാണ്. കാലമാണ് ആ ശ്രീകൃഷ്ണൻ. ആ ഒരു ലോകമാണ് അവസാനമുണ്ടായത്, സുന്ദരമായ ഒരു ലോകം. എല്ലാ ശാസ്ത്രജ്ഞാനം തികഞ്ഞ സൗഭാഗ്യത്തിൻ്റെ അങ്ങ് ഉത്തമ നിലയിലെത്തുന്ന ഒരു ലോകമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ചില രാജ്യത്തിലെ പുരോഗതികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു, എവിടെയാണ് മനുഷ്യനെത്തിയിരിക്കുന്നത്. നെറ്റിൽ നോക്കിയാൽ മതി. ചില രാജ്യത്തിൻ്റെ പുരോഗതികൾ നമ്മൾ വിചാരിക്കും അമേരിക്കയാണെന്ന്. അമേരിക്കയൊന്നുമല്ല. ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കണ്ടെങ്കിൽ ചില രാജ്യങ്ങളിലുണ്ട്. നെറ്റിൽ തപ്പുക. അന്തം വിട്ടു നമ്മൾ. ആയുധത്തിലും നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയൊന്നുമല്ല. റഷ്യ ഒറ്റക്ക് ഇത്രയും നാറ്റോ രാഷ്ട്രങ്ങളോട് ഒത്തുകൂടിയിട്ടാണ് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അടിച്ചത്. എത്ര വർഷമായി അടിക്കുന്നു, എന്തോ ചെയ്യാൻ പറ്റിയ. ഇപ്പം എല്ലാം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈനിന് മെല്ലനെ തടിയൂരുകയാണ്. എത്ര രാഷ്ട്രങ്ങളാണ്? 123 നാറ്റോ രാഷ്ട്രങ്ങളെ ഒറ്റക്ക്. പക്ഷേ രാഷ്ട്രം പല മാധ്യമങ്ങളും അതൊന്നും പറയാൻ ഇഷ്ടപ്പെടില്ല. കാരണം അവർക്കത് ദഹിക്കുന്നില്ല. അവർ അമേരിക്ക എന്ന് പറഞ്ഞ് പഠിച്ചു പോയതാണ്. പക്ഷെ അമേരിക്കയൊന്നും റഷ്യയുടെ ആയുധത്തിൻ്റെ നേരെ ഒന്നുമല്ല. പക്ഷെ അവർ ഈ പ്രചാരണം നടക്കില്ല. അതിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. റഷ്യ ഉക്രൈൻ്റെ എല്ലാവരും കൂടി നിന്നിട്ട് എന്തെല്ലാം ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ആ ഉപരോധങ്ങൾ ഇവർക്ക് തന്നെ തിരിച്ചടിയായി മാറി. അല്ലാതെ റഷ്യക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആ ഭാഗത്തുള്ള പുരോഗതി അത് പോട്ടെ. അല്ല കാലം പിന്നീട് നമ്മളെല്ലാം തിരിച്ചറിയും. അപ്പം അത്തരം സുന്ദരമായ ഒരു കാലമാണ്. ആ കാലത്തെ അതാണ് കൃഷ്ണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ആ ശരീര തിരുമേനിയിൽ നിന്ന് കണ്ണെടുക്കാൻ സ്ത്രീകൾ അശക്തരായിരുന്നുവോ,
സാധുക്കളുടെ ചെവിയിലൂടെ മനസ്സിലേക്ക് കയറി ചെന്നിട്ട് ആരുടെ ഒരു രൂപം തിരിച്ചു വരുന്നില്ലയോ, അതായത് സന്യാസിമാരെല്ലാം കൃഷ്ണനെ ഉള്ളിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കൃഷ്ണൻ തിരിച്ചു പോവില്ല. ഏതൊരാളുടെ സൗന്ദര്യം കവികളുടെ വാക്കുകൾക്ക് വലിയൊരു ഉന്മാദത്തോടുകൂടി അവർ വർണ്ണിക്കുന്നുവോ, കവികളെല്ലാം ആരെയാണോ ഇങ്ങനെ വർണ്ണിക്കുന്നത്, ഏതൊരു രൂപത്തെ അർജുനൻ്റെ രഥത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ്റെ രഥത്തിൽ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് മരിച്ചവർ സ്വന്തം രൂപം പ്രാപിച്ചുവോ, ആരെല്ലാം മരിച്ചോ അവരെല്ലാം ആ ശരീരത്തെ നോക്കിയപ്പോൾ അവർക്ക് മോക്ഷം കിട്ടി. അസുരർക്കാണ് മോക്ഷം ലഭിക്കുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൗരവപക്ഷത്തുള്ളവരാണ് മരിച്ചത്, ഭൂരിപക്ഷവും യോദ്ധാക്കൾ. അവരെല്ലാം മരിച്ചു വീണ്ടപ്പോൾ നേരെ കൃഷ്ണനിലേക്ക് ചേരുകയാണ്. എന്തുകൊണ്ട്? നേരത്തെ തന്നെ പറഞ്ഞു, അസുരന്മാരും യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവത്തെ നിഷേധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലൊന്നും ദൈവത്തെ നിഷേധിക്കുന്നില്ല. ദൈവത്തെ നിഷേധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും മരിച്ചാൽ കൃഷ്ണനോട് ചേരും. കാരണം അവരെപ്പോഴും എതിർക്കാൻ വേണ്ടിയിട്ടെങ്കിലും കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അവർ ഒന്നും കൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ ബന്ധമേ വേണ്ടൂ, അല്ലാതെ ചീത്ത പറയുകയൊന്നുമില്ല. എന്തുകൊണ്ട്? ആ ശക്തിവിശേഷത്തെ നമ്മൾ വളരെ വലുതായിട്ട് കാണണം. നമ്മളെല്ലാം അതിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അതിനൊരു തമാശയാണ്. ഉദാഹരണമായിട്ട് നമ്മളെ കുട്ടികൾ, ആ ചെറിയ കുട്ടികൾ പോടാ അച്ഛ എന്നെല്ലാം പറയും. അച്ഛനെ ഞാൻ അടിച്ച് മറ്റേതാക്കി കളയും എന്നെല്ലാം പറയും. ചില കുട്ടികളെല്ലാം എടാ അച്ഛൻ ഇങ്ങോട്ട് വാ, പോടാ അച്ഛ, ഇതെല്ലാം ചെറിയ കുട്ടികളുടെ ഭാഷ അതിലേക്ക് പറയും. ഇതെല്ലാം അച്ഛനും അമ്മക്കും ദേഷ്യമാണോ തോന്നുന്നത്? അതൊരു രസമാണ്. ഇപ്പം വിളിക്കുന്ന കേട്ടാ, എന്നെയാണ് എടാന്നെല്ലാം വിളിക്കുന്നത്. അതൊരു അവൻ്റെ ഒരു കളി, അതിൽ ആസ്വദിക്കുകയാണ്. എന്തുകൊണ്ട്? അവൻ പിഞ്ചു കുഞ്ഞ്, അവൻ്റെ ബുദ്ധിയൊന്നും ഉറച്ചിട്ടില്ല. എവിടെയല്ലോ ടി വിയിൽ കേൾക്കുന്നത് എടാന്നെല്ലാം വിളിക്കുമ്പോൾ അവന് അത് കേട്ട് കഴിഞ്ഞാൽ അവനും തോന്നും ഇതെന്തോ നല്ല എന്തോ ആണെന്ന്. അതുകൊണ്ട് അവൻ കളിക്കും. ആ രൂപത്തിലാണ് കൃഷ്ണനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അത് തന്നെയാണ് ഇതായിട്ട് മാറിയത്. അപ്പം അതെല്ലാം ഇങ്ങനത്തെ വികൃതികളെല്ലാം കാട്ടുമ്പോൾ അതിനതൊരു രസം. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചു കൊണ്ടുപോയാലും പാളികൾ അടിച്ചു കൊണ്ടുപോയാലും അയ്യപ്പൻ അടിയിരുന്നിട്ട് ഞാൻ സൃഷ്ടിച്ച ഇവൻ്റെ കളി കൊള്ളാം. നമുക്ക് കുട്ടികൾ കാണിക്കുന്ന ആ വികൃതികൾ നമുക്കത് രസമാണ്. അതുപോലെയാണ് കൃഷ്ണൻ അതുള്ളൂ. അസുരന്മാരും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എന്ത് തെറി പറഞ്ഞാലും അതല്ല ഒരു രസത്തിൽ എടുക്കും. അത്രയേ ഉള്ളൂ. കാരണം ആ ശക്തിയെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹം ഉണ്ടാക്കിയ ഓരോ വികൃതി കുട്ടന്മാർ, അത് ഓരോന്നും ഓരോ കളികൾ കാണിക്കുമ്പോൾ അതിനൊരു രസം എന്നതിൽ മാത്രം നമ്മൾ അത് ചിന്തിക്കാൻ പോലും പോകുന്നില്ല. എന്നാലും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് പക്ഷെ അതേസമയം ആ കുട്ടി നമ്മളുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അസുരര് ഒന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അവരെപ്പോഴും ആ ബന്ധമുണ്ട്. എന്തെങ്കിലും തെറി വിടുകയാണെങ്കിലും എപ്പോഴും വികൃതി കാണിക്കുന്ന മാതിരി
ആ കൃഷ്ണനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. എന്നാൽ ഭക്തന്മാരാണെങ്കിലും ഭക്തന്മാർ സ്വാർത്ഥമതികളാണ്. അവർ കൃഷ്ണനെ ശല്യം ചെയ്യാനാണ് നടക്കുന്നത്. അത് ഉണ്ടാക്കാം, എനിക്കത് സാധിപ്പിച്ച, ഇത് സാധിപ്പിച്ചാൽ ഞാൻ നക്കാപ്പിച്ച ഇതായി ഇന്ന് തരാം, നീ അത് ഉണ്ടാക്കിത്താ, എനിക്ക് പാല് തരാം, വെണ്ണ തരാം. എന്നിട്ട് വാങ്ങേണ്ട എന്താണ്? വലിയ എന്തോ സാധനം. ഈ പാലും വെണ്ണയും തന്നെ ആരാണ്? കൃഷ്ണനാണ്. അപ്പം ഇവര് സ്വാർത്ഥമതികളാണ്. അതുകൊണ്ട് കൃഷ്ണൻ ആ സ്വാധീനമൊന്നും നടക്കില്ല. പക്ഷെ അസുരര് മരിക്കുമ്പോഴേക്ക് ഉടനെ ബ്രഹ്മസാക്ഷാത്കാരം. അവരാണ് കുറച്ചും കൂടിയും, കാരണം അവർക്ക് ആഗ്രഹങ്ങളില്ല. അപ്പം മനുഷ്യൻ ഈശ്വരനോട് അടുക്കണ്ടെങ്കിൽ ആദ്യം വേണ്ട എന്താണ്? നമ്മൾ ആഗ്രഹങ്ങൾ ചോദിക്കുന്ന നിർത്തുക. നിങ്ങൾ എന്ത് തെറി പറഞ്ഞാലും അതെല്ലാം തമാശയായിട്ട് എടുത്തോളും. കാരണം എല്ലാ ജീവികളും തമാശ കളിക്കുകയാണ്. ചിലവരെ ഭക്തന്മാരെ നോക്കിയിട്ട് കൃഷ്ണൻ നിൻ്റെ മനസ്സിലിരിപ്പുകൾ, എനിക്ക് ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് നിനക്ക് മറ്റേ ഉണ്ടാക്കി തരണമല്ലേ? കൊള്ളാം, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. അവനെ തട്ടണം, അവൻ്റെ തലയിൽ ഇടുത്തി വീഴ്ത്തണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വിളക്കാം. ശരി, ഞാൻ ശരിയാക്കി തരാം. എൻ്റെ തന്നെ കീശയിൽ എടുത്തിട്ട് അച്ഛൻ്റെ കീശയിൽ പൈസ എടുത്തിട്ട് കൊടുക്കുന്ന പോലെ, അച്ഛൻ കൊടുക്കുന്ന പോലെ എൻ്റെ തന്നെ നാരങ്ങ എടുത്തിട്ട് എനിക്ക് തരും. കൊള്ളാം, ഞാൻ വേഗം ശരിയാക്കി തരാം. അതുകൊണ്ട് ചോദിക്കുന്നത് നിർത്തുക. അപ്പോൾ ഇവർക്കെന്ത്? മരിച്ചവരെല്ലാം, അതാണ് ഇവിടെ എടുത്ത് പറയാൻ കാരണം. ആ യുദ്ധത്തിൽ കൃഷ്ണനെ കണ്ടപ്പോൾ അസുരന്മാരെല്ലാം, മരിച്ചവരെല്ലാം എന്തായി? ബ്രഹ്മസാക്ഷാത്കാരം നേടി, അദ്ദേഹത്തിൽ പോയി ലയിച്ചു. ആ സ്വരൂപം പ്രാപിച്ചുവോ? ആ ശരീരം, അങ്ങനെ മഹാത്തായ ആ ശരീരം എങ്ങനെയാണ് ത്യജിച്ചത് എന്നാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്. അപ്പം ശുഗമഹർഷി പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലും സംഭവിച്ച ദുർനിമിത്തങ്ങൾ കണ്ട് കൃഷ്ണൻ സുധർമ്മ എന്ന സഭയിൽ ഇരിക്കുന്ന യാദവരെ നോക്കി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ സുധർമ്മ എന്ന രാജ്യസഭയിലേക്ക് കയറിയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹം കണ്ടു ദുർനിമിത്തങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ അവസാനമായി. എന്നിട്ടെന്ത് പറഞ്ഞു? യാദവരെ നോക്കിയിട്ട് പറഞ്ഞു, 5 പറയുകയാണ് ശ്രീകൃഷ്ണൻ, യാദവന്മാർക്ക് മരണം സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ വളരെ ക്രൂരമായിട്ട് ഞാൻ കാണുന്നു. അതിനാൽ നാം ഈ സ്ഥലത്ത് മുഹൂർത്തം പോലും നോക്കാൻ ഇരിക്കരുത്. നല്ല സമയം നോക്കിയിട്ട് പോയി കളയാമെന്നൊന്നും നോക്കണ്ട, ഉടനെ തടി വിട്ടുകൊള്ളുക. 6 വൃദ്ധരും സ്ത്രീകളും ബാലന്മാരും ശംഖോദ്ധാരം എന്ന സ്ഥലത്തേക്ക് പോകണം. ഏതു സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് സരസ്വതി പ്രവഹിക്കുന്നുവോ, പടിഞ്ഞാറ് ഭാഗത്ത്, ആ ദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സരസ്വതി പ്രവഹിക്കുന്നുവോ ആ പ്രഭാസ തീരത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ സ്നാനം ചെയ്ത് ഇനിയെങ്കിലും അവിടെ പോയിട്ടൊന്ന് കുളിച്ച് 7 ഏകാഗ്രചിത്തരായി, മരണം സംഭവിക്കാൻ പോകില്ല, ഉപാസകരായിരുന്ന് അവരെ അഭിഷേകം അർച്ചനയെല്ലാം വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, ദേവകളെ പൂജിക്കുക. ഇള്ളിയുള്ള സമയമെങ്കിലും ദേവകളെ ഒന്ന് പൂജിക്കുക. 8 ബ്രാഹ്മണർ ആശീർവദിക്കപ്പെട്ടവരായ പശുക്കൾ, ഭൂമി, വസ്ത്രങ്ങൾ ഇവയെയും ആന, കുതിര, തേര്, വീട് ഇവകളെയും പൂജിക്കുക. ഇവരുടെയെല്ലാം വീട്, എല്ലാ ജീവജാലങ്ങളെയും പൂജിക്കുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കാണുന്നതിനെല്ലാം പൂജിക്കുക. കാരണം എന്തുകൊണ്ട്? എല്ലാം ബ്രഹ്മമാണ്. ഇതെല്ലാം നശിക്കാൻ പോവുകയാണ്.
കാണുന്ന പട്ടിയും പൂച്ചയും എല്ലാം ആയാലും അവരെയെല്ലാം പൂജിക്കുക. അതാണ് ഇവിടെ പശുക്കൾ, ഭൂമി, ആന, കുതിര, വീട് ഇവയെല്ലാം പൂജിക്കുക. അവ സകല അരിഷ്ടതകളും ഇല്ലാതാക്കും. കാരണം അവരോടുള്ള നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ബ്രാഹ്മണർ, ദേവന്മാർ, പശുക്കൾ എന്നിവരെ പൂജിക്കുന്നതിലൂടെ ദേവലോകത്ത് ഉത്തമ പദവി ലഭിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഉന്നത സ്ഥലത്തിലെത്തും. ഇതിൻ്റെ 10 ശ്രീസുകൻ പറയുകയാണ്, യാദവ വൃദ്ധന്മാർ കൃഷ്ണൻ പറഞ്ഞത് പ്രകാരം മരക്കലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ മരം കൊണ്ടുണ്ടാക്കിയ കൊട്ടമാതിരിയുള്ള അതിൽ കയറിയിട്ട് സമുദ്രം തരണം ചെയ്ത് അവിടെ നിന്ന് രഥത്തിൽ കയറിയിട്ട് പ്രഭാസ തീരത്തിലേക്ക് എത്തി. ആ സ്ഥലത്തിൽ യാദവർ കൃഷ്ണൻ ഉപദേശിച്ച പ്രകാരമെല്ലാം ചെയ്തു. എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്തു. അപ്പോഴവിടെ ദൈവത്താൽ ദുഷിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവരായി. കൃഷ്ണൻ തന്നെയാണ് അവരുടെ മനസ്സിനെയെല്ലാം ദൂഷിപ്പിച്ചു. കാരണം സുഭിക്ഷത, നല്ലൊരു സുഖമായ സമൂഹം ഉണ്ടാകുമ്പോൾ പിന്നെ മദ്യം, കാരണം മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം തീർന്നു. ആ ശ്രീഹരി എന്തൊരു ലോകമാണോ ഉണ്ടാക്കിയത് അതുണ്ടാക്കി കഴിഞ്ഞു. ഇനി സുഖിക്കലാണ്. അപ്പം അവർ മദ്യം കുടിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അവർ മൈരേയകം എന്ന മതം ഉണ്ടാക്കുന്ന മദ്യം തന്നെ, മദ്യത്തെ നല്ലോണം പാനം ചെയ്തു. അവിടെ കിടന്നിട്ട് മദ്യം കുടിച്ചു. ആ മദ്യം കുടിക്കുമ്പോൾ അവരെ ബുദ്ധിയെല്ലാം മറയും. വീരന്മാരും 13 വീരന്മാരും ശ്രീകൃഷ്ണൻ്റെ മായയാൽ മതിമറന്നവരും കള്ളു കുടിച്ചതിനാൽ മതം പിടിച്ചവരും ആയ ഗർവിഷ്ഠരായ അവരുടെ ഇടയിൽ വലിയ ക്ഷോഭം സംഭവിച്ചു. നല്ലോണം മത്ത് കുടിച്ച് അവരെല്ലാം ഗർവിഷ്ഠരാണ്. എല്ലാവരും എല്ലാം തിരഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഗർവ് കയറുമല്ലോ മനുഷ്യന്. ഏറ്റവും സുഭിഷ്ടമായ ഒരു ലോകമാണ്. അപ്പം എല്ലാവർക്കും അവസാനം ഗർവ് വരും. അപ്പം കൃഷ്ണൻ്റെ മായയിലാണ് ഇവർ മദ്യം കുടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെ തലക്ക് മദ്യം പിടിച്ചിട്ട് അവർക്ക് വലിയ ക്ഷോഭമുണ്ടായി. ദേഷ്യം വന്ന എല്ലാവരും കോപത്താൽ. 14 കയ്യിൽ ആയുധം ധരിച്ചിരുന്ന അവർ, കയ്യിലെല്ലാം ആയുധങ്ങളെല്ലാം ഉണ്ടല്ലോ, വില്ലുകളാലും കത്തികളാലും ബാണങ്ങളാലും ഗദകളാലും ഉലക്കകളാലും വലിയ വാളുകളാലും സമുദ്രത്തിൻ്റെ ആ കരയിൽ വെച്ച് യുദ്ധം ചെയ്തു. കൃഷ്ണൻ അപ്പോൾ ഇവർ അങ്ങോട്ടേക്കാണ് അയച്ചത്. എന്തുകൊണ്ട്? ദ്വാരകയിൽ വെച്ച് അടിപിടി കൂട്ടണ്ട. അതേതായാലും വെള്ളത്തിൽ വെച്ചു. ദ്വാരകയിൽ വെച്ചിട്ട് ആ സ്ഥലത്ത് വെച്ച് അത് നടക്കണ്ട എന്ന് തോന്നിയിരിക്കും കൃഷ്ണന്. എന്നിട്ട് 15 വളരെ മതോന്മന്നരായ അവർ കൊടിമരങ്ങളെല്ലാം പൊട്ടി വീണിരിക്കുകയാണ്. വീണ രഥമെല്ലാം ഉടഞ്ഞു വീട് അടിപിടി കൂടിയിട്ട് ആന, കുതിരയെല്ലാം അവിടെ താറുമാറായി കിടക്കുകയാണ്. കഴുത, ഒട്ടകം, എരുമകളോടും എല്ലാം തമ്മിൽ അടിപൊളി. എരുമയും കാണുന്ന ആനയും അവരോടും എല്ലാം യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവന്മാർക്ക് ബോധമില്ലാതെ കാളകളോട്, എരുമകളോട് അവരെ ദേഷ്യം എവിടെയൊക്കെല്ലാം തീർക്കണം. അപ്പം അവരോട് എല്ലാം തമ്മിൽ പൊരുതി. പിന്നെ തമ്മിൽ യുദ്ധം ചെയ്തു. ആരെല്ലായിട്ട്? ആ കഴുത ഒട്ടകത്തോടും ആ കഴുതകളോട് പോലും അമ്മമാർ തമ്മിൽ ബോധം നശിച്ചുപോയി. തമ്മിൽ ഏതുപോലെ എന്നൊരു ഉപമയും പറയുന്നുണ്ട്. കാട്ടിലെ മതപട ഇളകിയ ആനകൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണ് ഇവർ കണ്ടതിനെല്ലാം തമ്മിൽ. മതയിളകിയ ആനയെന്താ തോന്നുന്നെല്ലാം തച്ചുടക്കും. പ്രദ്യുമ്നനും 16 സാമ്പനും അക്രൂരനും ഭോജനും അനിരുദ്ധനും സാത്യകിയും സുഭദ്രനും സുമിത്രനും സുരാമനും മത്സരം വർദ്ധിച്ച് പരസ്പരം യുദ്ധം ചെയ്തു. ഇവരെല്ലാം തമ്മിൽ തുടങ്ങി. നിശൻ
ഉൽമുഖൻ, സഹസ്രജിത്ത്, ഭാനുജിത്ത്, സഹജിത്ത് ഇവരും അന്യന്മാരും മതത്താൽ ഭ്രമിച്ച് തമ്മിൽ തല്ലാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ ആ തടുക്കപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ കയറിയിട്ട് നിക്ക് എന്ന് പറഞ്ഞപ്പോൾ നല്ലപോലെ അങ്ങേർക്കും കൊടുത്തു. ശ്രീകൃഷ്ണനും അവിടെ അല്ല പറയുന്നത്, അത് പിന്നീടത്തില്ല. ശ്രീകൃഷ്ണനാൽ മോഹിക്കപ്പെട്ട് തമ്മിൽ തള്ളി നല്ലപോലെ തല്ലി തീർത്തു. ശ്രീകൃഷ്ണനാണ് അവരെല്ലാം പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അവർ തമ്മിൽ തല്ലിയിട്ട് നല്ലോണം തമ്മിൽ തല്ലി അവർ ഇതെല്ലാം തീർത്തു. 18 ദേശാർഹന്മാർ, വൃഷ്ണികൾ, അന്തരന്മാർ, ഭോജകന്മാർ, സാത്വകന്മാർ, അർബുദന്മാർ, ചൂരസേനൻ, കുകുരന്മാർ, കുന്തികൾ ഇവരെല്ലാം സ്നേഹം വെടിഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലി. ഈ കുടുംബക്കാരെല്ലാം തമ്മിൽ സ്നേഹം വെടിഞ്ഞിട്ട് തമ്മിൽ തല്ലാൻ തുടങ്ങി. പുത്രന്മാർ പൗത്രന്മാരോടും സഹോദരങ്ങളോടും സഹോദരികളോടും ചെറിയച്ഛനോടും മുത്തച്ഛനോടും ജ്യേഷ്ഠനോടും അനുജനോടും ഇവരെല്ലാം പരസ്പരം തല്ലി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്കും പറയുന്നുണ്ട്, സഖാക്കൾ തമ്മിലും തല്ലി. സഖാക്കൾ തമ്മിൽ തല്ലി. ജ്ഞാനികളും അറിവ് നഷ്ടപ്പെട്ടവരായിട്ട് തമ്മിൽ തല്ലാൻ തുടങ്ങി. ബാണം 20 ബാണം വില്ല് ഇവ കുറഞ്ഞപ്പോൾ കോരകളെ കയ്യിലേക്കെടുത്തു. നേരത്തെ ആ വില്ല് മാരി കുറേ പണ്ട് ഒലക്ക രാഗിയിട്ട് പൊടിയായിട്ട് കടലിൽ തള്ളിയല്ലോ, അതിങ്ങോട്ട് കരക്കടിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടായതാണ് ഈ കോരക എന്ന് പറയുന്നത്. കോരപ്പുല്ലുകൾ അത് മുളച്ചുണ്ടായതാണെന്നാണ് പറയുന്നത്. ആ പുല്ലിൽ ചിലപ്പോൾ അയണിൻ്റെ അംശം കൂടുതലുണ്ടാകാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് ഏകദേശം പാള് പോലെയുള്ളതുമായിരിക്കും. 21 ആ കോരപ്പുല്ലുകൾ വജ്രായുധം പോലെ ഉലക്കകളായിട്ട് ഭവിച്ചു. അത് ഇരുമ്പുലക്ക പോലെയായിട്ട് ഭവിച്ചു എന്നാണ് പറയുന്നത്. വജ്രായുധം പോലെ അവ വെച്ച് ശത്രുക്കളെ തല്ലി. ആയുധം തീർന്നപ്പോൾ ഇത് പറിച്ചിട്ടടിക്കാൻ തുടങ്ങി. കൃഷ്ണൻ തടുക്കപ്പെട്ടപ്പോൾ അവരെയും തല്ലി. ഇവിടെയാണ് അത് സംഭവിക്കുന്നത്. കൃഷ്ണൻ പിടിച്ച് തടുക്കാൻ ശ്രമിച്ചപ്പോൾ കൊടുത്ത് കൃഷ്ണൻ ഒന്ന് വേദവ്യാസന്റെ ആ വ്യാഖ്യാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. ഇത്രയും ശക്തിശാലിയായ കൃഷ്ണനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. കൃഷ്ണൻ പിടിച്ചു നിർത്താൻ നോക്കി. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കൃഷ്ണനും നമ്മളെപ്പോലെ തന്നെ കാലമാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഈ സമയത്ത് അവർ തിരിച്ച് കൃഷ്ണനെ തല്ലണമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുമാതിരി തിരിച്ച് ചെയ്തല്ലേ പറ്റും. 22 മയക്കത്തിലായ അവർ ബലരാമനെ ശത്രു എന്ന് വിചാരിച്ച്, മയക്കത്തിലല്ലേ അവർ ബലരാമനെ ശത്രു എന്ന് വിചാരിച്ച് കൊല്ലുവാനായി ആയുധവുമെടുത്ത് അരികത്ത് ചെന്നു. ബലരാമനെ തട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് ആയുധം എടുത്തിട്ട്. അപ്പോൾ ആ രണ്ടുപേരും ഉലക്ക പോലുള്ള കോര എന്ന് പുല്ല് ഉയർത്തിക്കൊണ്ട് യുദ്ധത്തിൽ തമ്മിൽ തല്ലി. ബലരാമനുമായിട്ടും തമ്മിൽ തല്ലി. ആ പുല്ല് പറിച്ചിട്ട് തന്നെ അങ്ങോട്ടും തല്ലി. 24 ബ്രാഹ്മണശാപത്താൽ ഹിംസിക്കപ്പെട്ടവരായ ശ്രീകൃഷ്ണമായാൽ ദുഷിച്ച മനസ്സോടുകൂടിയവരുമായ അവർ, ബ്രാഹ്മണശാപം കൊണ്ട് എന്ന് പറഞ്ഞാൽ കഥയിൽ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. ആ യുഗത്തിൻ്റെ എല്ലാവരും തുല്യമായാൽ മനുഷ്യർക്കുള്ള ദോഷം പറയുകയാണ്, അതുകൊണ്ട് നശിക്കുന്നു എന്ന് പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കാലം ഇതിനെ കളയുകയാണ്. എൻ്റെ ആദ്യം ഒന്നേന്ന് തുടങ്ങണം, ഹൃദയകം ത്രേതയെത്തുന്നു. പക്ഷെ പറയുമ്പോൾ അവന്മാർ ദൂഷിച്ചുകൊണ്ടാണെന്ന് പറയുന്നു.
കൃഷ്ണൻ്റെ മായ ദുഷിച്ച മനസ്സ്. അപ്പം കൃഷ്ണൻ തന്നെയാണ് ഈ ദുഷിച്ച മനസ്സുണ്ടാക്കി വെച്ചിരിക്കുന്നത്, തമ്മത്തല്ലിയേക്കുന്നത്. എന്നിട്ട് കിട്ടേണ്ടതൊന്ന് കൃഷ്ണന് കിട്ടി, ബലരാമനും തമ്മിൽ അടിച്ച്. ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആരെയാണ്? കൃഷ്ണൻ തന്നെ. എല്ലാം കൃഷ്ണനാണ്. പിന്നെ അതാണ് പറഞ്ഞത്, ഇതൊരു മായാ ലോകമാണ്, ഇതിൽ ഒരർത്ഥമില്ല. നമ്മൾ ഇതിടക്ക് കയറിയിട്ട് ഈ മണ്ടത്തരത്തിലെല്ലാം കളിക്കുകയാണ്. ഇതെല്ലാം കളിക്കുന്നത് കാലമാകുന്ന ആ ശക്തിയാണ്. ഈ ലോകം ഇങ്ങനെയേ പോകും. അവർ ഈ സ്പർദ്ധ വർദ്ധിച്ചതിൻ്റെ കാലമായി അതിലൂടെ വർദ്ധിച്ച ദേഷ്യം മൂലം അഗ്നി വനത്തെ നശിപ്പിക്കുന്നത് പോലെ ഇവരെ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുകയാണ്. അവർ തമ്മിൽ തല്ലിയിട്ട് ചത്തു. 25. ഇപ്രകാരം തൻ്റെ കുലം മുഴുവൻ നശിച്ചപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും തമ്മിൽ തല്ലിയിട്ട് അവിടെ ചത്ത് വീടിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ഭൂമിയുടെ ഭാരം കുറഞ്ഞതായിട്ട് വിചാരിച്ചാൽ കൊള്ളാം. ഇപ്പം ഭൂമിയുടെ ഭാരമെല്ലാം കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചത്തപ്പോൾ കൃഷ്ണൻ ചിന്തിക്കുന്ന എന്താണ്? ഭൂമിയുടെ ഭാരമെല്ലാം കുറഞ്ഞ് മനുഷ്യരെല്ലാം തീർന്ന്. അദ്ദേഹത്തിൻ്റെ ദ്വാരകയിലാണ് ഇപ്പുറത്തല്ല, അവിടെയാണ് ആദ്യം വെള്ളം കയറാൻ പോകുന്നത്. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അവിടെ ആ ലോകം പണ്ടേ ഉണ്ടാക്കിയതാണ്. അത് കുറച്ച് കാലം വരെ നിലനിന്നു. ഇനി ഇപ്പുറത്തത് കുറച്ച് കാലം കൂടി നിലനിൽക്കും. അതിൻ്റെ കഥ പിന്നോട്ട് പറയും. ഇനി 26. ബലരാമൻ പിന്നെ എന്ത് ചെയ്ത്? ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന് മടുത്ത്. ഈ പരിപാടിക്ക് ഇനി ഞാനില്ല എന്നുള്ള നിലയിൽ സമുദ്രതീരത്ത് പരമപുരുഷധ്യാനം ചെയ്യുക എന്ന യോഗം അവലംബിച്ച് പരമാത്മാവിൽ തൻ്റെ ആത്മാവിനെ ചേർത്ത് മനുഷ്യരൂപം വെടിഞ്ഞു. അദ്ദേഹം ആത്മാവിനെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അദ്ദേഹം വേഗം തന്നെ അങ്ങ് മടിയാക്കി. 27 to 32 വരെയുള്ള കൃഷ്ണ ഭഗവാൻ ബലരാമൻ തൻ്റെ ലോകത്തിലേക്ക് പോയതായി കണ്ട്, ബലരാമൻ ഇട്ടെറിഞ്ഞു പോയല്ലോ. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട്? പുകയില്ലാത്ത അഗ്നി പോലെ ദിക്കുകളെ ഇരുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ദിക്കിലും പ്രകാശം പരത്തുന്ന തരത്തിൽ കൃഷ്ണൻ അപ്പോൾ മേഘം പോലെ ശ്യാമള വർണ്ണത്താൽ കൃഷ്ണൻ്റെ ആ സുന്ദരമായ രൂപം ഒന്ന് വിവരിക്കുകയാണ്. മേഘം പോലെ ശ്യാമള വർണ്ണത്താൽ ഉരുക്കിയ തങ്കം ഉരുക്കിയ പോലെയുള്ള രണ്ട് പട്ടുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് സുന്ദരമായ പുഞ്ചിരിയോടുകൂടി ആ സുന്ദരമായ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ദ്വാരകയിൽ കുറുനിരകളെല്ലാമായിട്ട് വെൺതാമരദളം പോലെയുള്ള കണ്ണുകളോടുകൂടി പ്രകാശിക്കുന്ന മകരകുണ്ടലത്തോടുകൂടി അരഞ്ഞാണ്, ബ്രഹ്മസൂത്രം, കിരീടം, വളകൾ, തോളുവളകൾ, കാൽച്ചിലങ്ക, മുത്തുമാല, മോതിരങ്ങൾ, കൗസ്തുഭരത്നം, മറ്റെല്ലാ ആയുധങ്ങളും വനമാലയെല്ലാം അണിഞ്ഞുകൊണ്ട് 4 കൈകളോടും കൂടി വലതു തുടയിൽ താമര പോലെയുള്ള ചുവന്ന കാൽ കയറ്റി വെച്ചുകൊണ്ട്, വലതു തുടയിൽ താമര പോലെയുള്ള ചുവന്ന ഇടത്തെ കാല് കയറ്റി വെച്ചുകൊണ്ട് പാദം ഇങ്ങനെ നിൽക്കുകയാണ്, ചുവന്ന പാദം. വലത്തെ തുടയിലാണ് മറ്റേ പാദം കയറ്റി വെച്ചിരിക്കുന്നത്. നല്ല താമര പോലെയുണ്ട് ആ കാല് വെച്ചുകൊണ്ട് ഒരരശു മരത്തിൻ്റെ ചുവട്ടിൽ മൗനിയായി ചാരി എങ്ങനെ നിലത്തിരുന്നു. മുപ്പത്തിമൂന്ന്. ഇരുമ്പുലക്കയുടെ അവശിഷ്ടമായ കഷ്ണം. ഇപ്പം ഇരുമ്പുലക്ക ഇങ്ങനെ ചീകി കഴിയുമ്പോൾ അവസാനം ഒരു കഷ്ണം ബാക്കി വരും. അത് കുറച്ച് പാട് തന്നെയാണ് അതിന്. ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് നമ്മൾ ഈ ശർക്കര, നമ്മളെ നാട്ടിൽ ശർക്കര കിട്ടും.
ഇങ്ങനെ ഒരു എന്തുപോലെയാണ്, ഇവിടെ കിട്ടില്ല, എവിടെയെങ്കിലും ഉരുണ്ടിട്ടല്ലേ കിട്ടുക. ആ ഉരുണ്ടതായാലും കുഴപ്പമില്ല. ഇനിയിപ്പം മറ്റേതും വേണ്ട. മറ്റേതാ ഒരുമാതിരി ഇങ്ങനെ ട്രയാങ്കിൾ രൂപത്തിലാണ് ആ കട്ടയുണ്ടാവുക. ഒരു ഗ്ലാസ് കാപ്പിക്ക് ഒരു കട്ടയിട്ടാൽ മതി. ആ കണക്കിലാണ് അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മലബാറിൽ വെല്ലെന്ന് പറയും നമ്മൾ. ഇവിടെ ശർക്കര മറ്റേ ഉരുണ്ടതാണ്. ഇതിനെ പായസത്തിലാക്കാൻ ഇങ്ങനെ ചെത്താൻ തരും. ഇപ്പം ചെത്തി 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 അവസാനം ഒരു ചെറിയ കഷ്ണം വരും. ഇതിനെ ചെത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. ഈ ചെറുതാകുമ്പോൾ പിന്നെ അതിനെ എടുത്തിട്ട് അങ്ങ് കളഞ്ഞേക്കും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിട്ടേക്കും. അതല്ലാതെ അതിനെ ചെത്താൻ നിൽക്കില്ല. അതുപോലെ ഇവർ മുലക്ക ചെത്തിയിട്ട് വെള്ളത്തിൽ കളയല്ലേ ചെയ്തത്. അവസാനം വന്ന കഷ്ണമായ കിടക്കട്ട അവിടെ. അത് നല്ല ചെത്തിയത് കൊണ്ട് നല്ല മൂർച്ചയുണ്ടാവും. ആ ഉലക്കയുടെ കഷ്ണം പിടിപ്പിച്ച ബാണവുമായി അതൊരു മുക്കുവൻ്റെ കൈമിൽ കിട്ടി. എങ്ങനെയല്ല എത്തിയിട്ട് പിന്നെ ഒരു വേടൻ്റെ കൈമിലെത്തി. ആ വേടൻ്റെ പേരാണ് ജര. അപ്പോൾ അതെടുത്തിട്ട് നല്ല മൂർച്ചയുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്പിൻ്റെ അറ്റത്ത് പിടിപ്പിച്ച് വെച്ചു. പിന്നെ അതുമായിട്ട് ആ വേടൻ നോക്കുമ്പോൾ മാനിൻ്റെ മുഖം പോലെയുള്ള രൂപത്തെ കണ്ട് ഈ കാലാണ് കണ്ടത്. നല്ല ചുവന്ന ചെന്താമരേൻ്റെ ദളം പോലെയുള്ള കാലാണല്ലോ, വലത്തെ കാലാണല്ലോ ഇങ്ങനെ മറ്റേ മേലെ കയറ്റി വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പം വിചാരിച്ചത് മാനിൻ്റെ മുഖമാണെന്ന്. എന്തിനാണ് ഈ കാല് പറയുന്നത്? ഈ പാദത്തിലാണ് പ്രപഞ്ചമുള്ളത്. അതേ കാല് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ശ്രീഹരി എന്നത് അങ്ങനെ വികസിച്ച് വിരാട രൂപത്തിൽ കിടക്കുകയാണ്. അതിൻ്റെ പാദത്തിലെ ഒരു പൊടിയാണ് ഈ പ്രപഞ്ചം. അപ്പം പിന്നെ പാതേൻ്റെ ആ പാദത്തിൽ കൊള്ളുന്നതിന് സമാനമേ ഉള്ളൂ. അതൊരർത്ഥം. കാല് എന്ന് പറയുന്നത് തലയിൽ നിന്ന് തുടങ്ങി അവസാനം, ലോകാവസാനം എന്ന നിലയിലും പാദത്തെ എടുക്കാം. പാദത്തിലൂടെയാണ് പിന്നെ ലോകം അവസാനിക്കുന്നത്. തലബുദ്ധി അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മളെ പ്രധാന എവിടെയാണല്ലോ. ഇവിടെ നിന്ന് തുടങ്ങി അവസാനം ലോകാവസാനത്തിൽ എവിടെ എത്തും? പാദത്തിൻ്റെ അടുത്തേക്ക് എത്തും. ആ നിലയിലും വേണമെങ്കിൽ എടുക്കാം. അത് മാനിൻ്റെ രൂപമാണെന്ന് ധരിച്ചിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ മാൻ എന്ന ശംഖയോടെ അദ്ദേഹം ചെയ്തു, അമ്പ് ചെയ്തു. പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. 34 ചതുർഭുജങ്ങളോടുകൂടിയ ആ പുരുഷനെ കണ്ട് എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ 4 കൈകളുള്ള പുരുഷനാണ് അവിടെ ഇരിക്കുന്നത്. വേടൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് വണങ്ങി, ഭയന്നുപോയി. ഹേ മധുസൂദന, കാരണം ആരെയാണ് അമ്പ് ചെയ്തിരിക്കുന്നത്? 35 ഹേ മധുസൂദന, പാപിയും അറിയാത്തവനുമായ എന്നാൽ അബദ്ധം സംഭവിച്ചു പോയി. പാപിയായ എൻ്റെ കുറ്റം പൊറുക്കു തരണേ. സർവവ്യാപിയായ പ്രഭു. 36 യാതൊരാളെ സ്മരിച്ചാൽ, അതായത് കൃഷ്ണനെ സ്മരിച്ചാൽ, തൻ്റെ അജ്ഞാനം അന്ധകാരത്തെ മൂലമുള്ള പാപത്തേലും നശിപ്പിക്കുന്നവനെ, അതായത് ഞാൻ അജ്ഞാനിയാണ്, അന്ധകാരത്തിൽ അകപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്തു പോയത്, ഞാനിപ്പോൾ ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ അജ്ഞാനാന്ധകാരത്തിലുള്ള ആരും വിളിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുന്നവനാണ് അങ്ങ്. അപ്രകാരമുള്ള താങ്കൾക്ക് നേരെ ഞാൻ അപരാധം ചെയ്തു. അങ്ങനെയുള്ള അങ്ങേർക്ക് നേരെയാണ് ഞാൻ അപരാധം ചെയ്തത്. എല്ലാവരുടെയും വിളിച്ചാൽ അജ്ഞാനികളുടെ ദുഃഖമെല്ലാം അകറ്റുന്ന അങ്ങയെയാണ് ഞാൻ വിളിച്ചത്. അതിനാൽ ഹേ കൃഷ്ണ, മൃഗങ്ങളെ കൊന്ന് ജീവിതം നയിക്കുന്ന പാപിയായ എന്നെ വേഗം കൊല്ലുക. അതുകൊണ്ട് ഇവൻ ആവശ്യപ്പെട്ട എന്താണ്? മൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്നവനാണ് ഞാൻ, എന്നെ അങ്ങ് കൊന്നേക്കുക. അപ്രകാരം ഞാൻ വീണ്ടും ഇപ്രകാരം സാധുജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ.
എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവയെല്ലാം പിടിച്ച് കൊന്നു തിന്നുന്നത്. അപ്പം എന്നെ അങ്ങ് കൊന്നുകളാം, ആ സാധു ജീവികളെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ. 38 ആരുടെ മായയാൽ സൃഷ്ടിച്ചതിനെ ബ്രഹ്മദേവനും അവരുടെ മക്കളായ രുദ്രാദികളും വേദദൃഷ്ടാക്കളായ ഋഷികളും തങ്ങളുടെ മായയാൽ അറിയുന്നില്ലയോ? അന്ന് സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കായാലും ഋഷികൾക്ക് പോലും അങ്ങേ അറിയുന്നില്ല. അങ്ങേ മായയിൽ അകപ്പെട്ടിട്ട് അങ്ങേ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെ കാര്യം പറയണമെന്നാണ് ചോദിക്കുന്നത്. അപ്രകാരമുള്ള താങ്കളുടെ ഈ ബ്രാഹ്മണ ശാപത്തിന്, ഇതെല്ലാം സംഭവിച്ചത് ഇങ്ങർക്കറിയാം എന്തുകൊണ്ടാണ്? ഈ ബ്രാഹ്മണ ശാപം കൊണ്ടാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ പാദത്തിൽ എന്നെ കൊണ്ട് എറിയിപ്പിക്കാനുള്ള സംഭവം ഉണ്ടായത് എല്ലാം മായയാൽ സംഭവിച്ചതാണ്. അങ്ങനെ പാപയോനികളായ ഞങ്ങൾ അങ്ങയുടെ ഈ മായാരൂപ പ്രകടനത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാൻ, എങ്ങനെ മനസ്സിലാക്കാനാണ്? എങ്ങനെയാണ് ഇതിനെ നമ്മൾ വർണ്ണിക്കേണ്ടത്? ഒന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ 39 ശ്രീകൃഷ്ണൻ പറയുകയാണ്, ജരയെ നീ പേടിക്കൊന്നും വേണ്ട, നിനക്കുള്ള എൻ്റെ അനുഗ്രഹം നിന്നിൽ നിറവേറ്റി. നിനക്കുള്ള അനുഗ്രഹമെല്ലാം ഞാനിതാ നിറവേറ്റിയിരിക്കുന്നു, നീ പേടിക്കൊന്നും വേണ്ട. ആയതിനാൽ നീ പുണ്യലോകത്തേക്ക് ചെല്ലുക. നീ എവിടത്തേക്ക് ചെല്ലുക? സ്വർഗത്തിലേക്ക്. അദ്ദേഹം ഒരു വലിയ ധർമ്മമല്ലേ ചെയ്ത് ഈ യുഗം അവസാനിപ്പിക്കുകയാണ്. ഈ കാലം, കൃഷ്ണൻ്റെ കാലഘട്ടം, ആ ഒരു ജോലിയാണ് ഇങ്ങേർക്കുള്ളത്. ഇങ്ങേരും കൃഷ്ണൻ തന്നെ, ശ്രീഹരി തന്നെ. അതുകൊണ്ട് നീ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കും, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ. 40 ശുഗൻ. ഇപ്രകാരം ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ അവൻ കൃഷ്ണനെ 3 വട്ടം പ്രദക്ഷിണം ചെയ്ത് വിമാനത്തിലേക്ക്, സ്വർഗത്തിലോട്ട് ഉടലോടെ വിമാനത്തിൽ കയറിയിട്ട് എവിടത്തേക്ക് പോയി? സ്വർഗത്തിലേക്ക് പോയി. 41 ദാരുകൻ. അപ്പം കൃഷ്ണൻ്റെ തേരാളി ദാരുകൻ ശ്രീകൃഷ്ണൻ്റെ പാദത്തെ തഴുകിയിട്ടുള്ള തുളസിയുടെ ഗന്ധമുള്ള കാറ്റ് നുകർന്നിട്ട് കൃഷ്ണൻ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ കുതിച്ചു. ഇനി 42 ആ സ്ഥലത്ത് കഠോരമായ ആയുധങ്ങളോടുകൂടി ആ അരശുമരത്തിൻ്റെ നടിയിൽ കുടികൊള്ളുന്ന ആ യജമാനനെ കണ്ട് സ്നേഹത്താൽ നനഞ്ഞ നേത്രങ്ങളോടുകൂടി തേരിൽ നിന്നും ഇറങ്ങി ഭഗവാന്റെ കാൽക്കലങ്ങ് വീണു. അദ്ദേഹം ചാടി വീണ സങ്കടത്തോടുകൂടി വന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരെന്ന് ഒലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചാടി വീണു. ഹേ പ്രഭോ, താങ്കളുടെ തൃപ്പാദ കമലങ്ങളെ കാണാത്ത എൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ പ്രവേശിച്ചതായി ശക്തി നശിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ, കാരണം കൃഷ്ണൻ നേരിട്ടോ അല്ലേ വന്നിരിക്കുന്ന, ദാരുകനെയും കൂട്ടാതെ. അപ്പം ദാരുകനെ കാണാതെ കൊണ്ട് എൻ്റെ കണ്ണിലെല്ലാം ഇരുട്ടുകയിരിക്കുകയായിരുന്നു. രാത്രിയിൽ ചന്ദ്രൻ മറയുമ്പോൾ ദിക്കുകൾ അറിയാത്തതുപോലെ, രാത്രിയിൽ ചന്ദ്രൻ പോയാൽ പിന്നെ നമുക്ക് ദിക്ക് കാണാൻ പറ്റില്ല. അതുപോലെ അങ്ങ് എന്നിൽ നിന്നും അകന്നപ്പോൾ എനിക്ക് ഒരു ദിക്കുകളും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. ശാന്തിയും കിട്ടിയില്ല എന്ന് പറയുകയാണ്. എൻ്റെ 44 ശുഗൻ പറയുകയാണ്, സാരഥിയായ ദ്വാരകൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗരുഡരഥം അവിടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രഥവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ രഥത്തിൽ നിന്ന് ചാടി വന്നിട്ട് ഇവിടെ എത്തി. ഗരുഡൻ്റെ ആര്? കൃഷ്ണൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രഥമാണ്. ആ കക്ഷിയാണിപ്പോൾ ഈ അരശുമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കാലിനമ്പും കൊണ്ടിട്ട് ഇരിക്കുന്നത്. ദിവ്യമായ 45 ദിവ്യമായ
വൈഷ്ണവാസ്ത്രങ്ങളോടുകൂടിയ രഥത്തെ ആ രഥത്തിലേറി വന്ന ദാരുകനെ അദ്ദേഹം അങ്ങനെ സംഭ്രമിച്ച് നിൽക്കുകയാണ്. നോക്കിയിട്ട് കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, ദാരുക 46 ദ്വാരകയിലേക്ക് നീ പോവുക. നീ ഉടനെ തന്നെ ദ്വാരകയിലേക്ക് പോകണം. ദ്വാരകയിലേക്ക് ജ്ഞാനികൾ തമ്മിൽ തല്ലി മരിച്ച കാര്യവും, അവിടെ ജ്ഞാനികൾ തമ്മിലെല്ലാം തമ്മിൽ തല്ലി മരിച്ചിരിക്കുകയാണ്. ബലരാമനും ലോകം വെടിഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയെല്ലാം നീ ഒരു ബന്ധുക്കളോട് പറയുക. ഇപ്പം ദാരുകനെ ഏൽപ്പിച്ച കാര്യങ്ങളാണ്. നീ പോയിട്ട് അവരോട് ഈ സംഭവം വിവരിച്ചു പറയുക. നിങ്ങൾ, എൻ്റെ 47 പറയുകയാണ്, നിങ്ങൾ ബന്ധുക്കൾ സഹിതം അവിടെ താമസിക്കാൻ പാടില്ല. നിങ്ങളവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് ഉടനെ അവിടെ നിന്ന് സ്ഥലം വിട്ടുകൊള്ളുക. ദ്വാരക വെള്ളത്തിൽ വീഴുന്നു. ആ ദ്വാരകയും വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. അതായത് പ്രളയം നടക്കാൻ പോവുകയാണ് ആ സ്ഥലത്ത്. 48 എല്ലാവരും പത്നിമാരോടും മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് അർജുനനാൽ രക്ഷിക്കപ്പെട്ടിട്ട് അർജുനൻ്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുക. ഇവിടെ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വയ്ക്കുക. കാരണം ഇതാദ്യം തന്നെ ദ്വാരക വെള്ളത്തിൽ പോവുകയാണ്. പ്രകൃതിയിൽ ഓരോ സ്ഥലത്ത് ഭാഗികമായി നടക്കുന്ന പ്രളയത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ പ്രളയത്തിൽ നശിക്കും, ചില ദേശങ്ങൾ. അല്ലാതെ ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നുള്ളത് ചെറുത് കുറേയുണ്ട്. അത് ഓരോ ദേശത്തും ഇങ്ങനെ ഒരു കാലത്ത് നടക്കും. ചില ദേശങ്ങളിലും അത് സംഭവിക്കും. പക്ഷെ ഒരേ സമയമല്ല സംഭവിക്കുക. അതുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പറഞ്ഞത്. ആ ദേശമാണ് ഭാഗികമായിട്ട് മുങ്ങിപ്പോകാൻ പോകുന്നത്. പിന്നെയാണ് ഇങ്ങോട്ടേക്കെല്ലാം വരികയുള്ളൂ. 49 നീ ഇതെല്ലാം എൻ്റെ മായയായി കണ്ട് ശാന്തി പ്രാപിക്കും. ഇതെല്ലാം നീ എൻ്റെ ഒരു തമാശയായിട്ട് കളിയായിട്ട് നീ കണ്ടാൽ മതി. 50 ശ്രീസുതൻ ഇപ്രകാരം ഉപദേശിച്ച ദാരുകൻ അവരെ പ്രദക്ഷിണം വെച്ച്, കൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും നമസ്കരിച്ച് അവരുടെ തിരുവടികളെ എടുത്ത് തലയിൽ വെച്ച് ശിരസിൽ താങ്ങിക്കൊണ്ട് ദുഃഖത്തോടുകൂടി ദ്വാരകയിലേക്ക് ചെന്നു. അടുത്ത അധ്യായത്തിൽ.